ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഞാൻ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഫിലിം മേക്കറാണ്. പക്ഷേ ഈ പടത്തിലാണ് ഞാൻ അദ്ദേഹത്തിനെ എന്ന് വെച്ചാൽ അടുത്ത് കാണുക. എപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഞങ്ങളൊരു ഇൻറ്ററാക്ഷനോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. സോ ഞാൻ ഇദ്ദേഹത്തിനെ അപ്പോൾ ഈ പടത്തിന് മുമ്പ് ഞങ്ങൾ ഫോണിൽ സംസാരിച്ചു, കഥ പറഞ്ഞു, ഇതായി എന്നല്ല. സെറ്റിൽ ചെല്ലുമ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തിനെ കാണുന്നത്. സോ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഞാൻ ആദ്യമേ പറഞ്ഞോട്ടെ, ഞാൻ ആസ് എ ഫിലിം മേക്കർ അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഐ റെസ്പെക്റ്റ് ഹിം മോർ ആസ് എ പേഴ്സൺ, ബിക്കോസ് ഹീ ഈസ് സച്ച് എ പയസ് വെരി നോബിൾ മാൻ. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പിന്നെ ഒരു വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റാണ്. നമുക്ക് ഒരു ടെൻഷനും ഇല്ലാത്ത ഇതാണ്. എപ്പോഴും ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഹീ ഈസ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. അതിനകത്ത് ഒരുപാട് ടെക്നീഷ്യൻസ്, ഒരുപാട് ആർട്ടിസ്റ്റ്, ഒരുപാട് ഇതുണ്ട്. അപ്പോൾ അതിൽ ആ ക്യാപ്റ്റൻ എത്രത്തോളം ഇതാണോ അതിനനുസരിച്ചിരിക്കും ബാക്കിയുള്ള മുന്നോട്ടുള്ള മൂവ്മെൻറ്റ്. സോ എന്നെ സംബന്ധിച്ചോളം അതുപോലെ ഞാൻ കണ്ടത് ഇപ്പം ഷൈനാണെങ്കിലും ഷൈൻ്റെ വളരെ നല്ലൊരു ക്യാരക്ടറാണ്. വളരെ മനോഹരമായിട്ട് അയാളത് ചെയ്തിട്ടുണ്ട്. ഈസ് എ ആക്ടർ വിത്ത് ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഇതാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ കംഫർട്ടബിളാണ്. ഒരു ആർട്ടിസ്റ്റ് കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മുടെ ബെസ്റ്റ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. സോ ആ ഒരു കംഫർട്ടബിൾ ഫീലിംഗ് വരണമെങ്കിൽ അത് ഇദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് തന്നെ വരണം, ഡയറക്ടറുടെ അടുത്തുനിന്നാണ് അത് വരേണ്ടത്. ബിക്കോസ് എന്നെ സംബന്ധിച്ചോളം ഐ എം എ ഡയറക്ടേഴ്സ് ആർട്ടിസ്റ്റ്. ഡയറക്ടറിന് എന്നെ മോൾഡ് ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണുന്നതിന് മുമ്പ് അവർ ഓരോ കഥാപാത്രത്തിനെയും അവർ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. സോ എനിക്ക് വളരെ ഈസി ആയിരുന്നു. ഞാൻ ഈ പറഞ്ഞ 50 വയസ്സുള്ള സ്ത്രീയെ ചെയ്യുമ്പോൾ എനിക്ക് ശരിയാവുമോ എന്നൊക്കെയുള്ള ടെൻഷനൊന്നും ഞാൻ അതൊന്നും ഫീൽ ചെയ്തതേ ഇല്ല. അപ്പോൾ ആ ഒരു ഫീൽ ചെയ്യാതെ എനിക്കൊരു കംഫർട്ടബിൾ ഫീലിംഗ് അവിടെ, ഒരു അറ്റ്മോസ്ഫിയർ അവിടെ കിട്ടിയത് കൊണ്ടാണ് എനിക്ക് ഈ സുജാതയെ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ സിബി സാറിൻ്റെ പിന്നെ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് സ്കൂൾ, എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു വ്യത്യാസം അവിടെ ഫീൽ ചെയ്തില്ല. മേ ബി ഇനി നമ്മൾ ഈ പറയുന്ന പോലെ ന്യൂ ജനറേഷൻ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതല്ലാതെ ഇപ്പം ഈ പറഞ്ഞ പോലെ മലയാളത്തിലൊരു ഗ്യാപ്പ് വന്നു എന്നല്ലാതെ ഞാൻ ആക്റ്റീവായിട്ട് തെലുങ്കിലും കന്നഡത്തിലും ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. തീർച്ചയായിട്ടും ടെക്നോളജി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ടെക്നിക്കലി നമുക്ക് ഒത്തിരി ഒരുപാട് അഡ്വാൻസ് ആയിട്ട് ഒരുപാട് ഇതൊക്കെ വന്നിട്ടുണ്ട്. ബട്ട് ഈവൻ ഈ പറഞ്ഞതുപോലെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സിനിമ എന്ന് പറയുന്ന കൂട്ടായ്മയാണ്, ഇല്ലയെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് 80s and 90s നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഈ കാരവൺ ഒന്നുമില്ല. കാരവൺ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പരസ്പരം കാണാൻ പറ്റും, നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിക്കും, അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ഉണ്ടായിരുന്നു. വിച്ച് ഈസ് ബിക്കമിങ് ലെസ് നൗ. കാരണം ഇപ്പോൾ നമ്മൾ ഷോട്ട് കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ ആർട്ടിസ്റ്റും ഓരോ കാരവണിൽ പോയിരിക്കുക, പിന്നെ ആ ഷോട്ടിൻ്റെ സമയത്തെ കാണുന്നുള്ളൂ. അങ്ങനെ ഒരു ഗ്യാപ്പും ഒരു ഇതും ഒക്കെ ഉണ്ട്. അല്ലാതെ സിനിമ ഈസ് എവറിവെയർ ദ സെയിം അല്ലേ. നമ്മളെ ഹ്യൂമൻ ഇമോഷൻസ് സെയിം ആണ്. അപ്പം നമ്മൾ ഇപ്പം അന്യഭാഷകളിലേക്ക് പോകുമ്പോൾ അവരുടേതായിട്ടുള്ള കൾച്ചറിൻ്റെ അനുസരിച്ചാണല്ലോ അവരുടെ ഓരോ കഥ പറയുന്നത്. പിന്നെ അതൊന്നും ഇല്ലാതെ ഒരു നാഷണാലിറ്റിയോ ഒരു ഇതും പറയാത്ത സിനിമകളും കഥകളും ഉണ്ട്. പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞു ഈ സിനിമ തന്നെ സാറ് വിളിക്കുന്ന ഡേറ്റിൽ ഐ വാസ് ഓൾറെഡി കമ്മിറ്റഡ്. അവിടെ നിന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പം ഇതിപ്പോൾ ഒക്ടോബർ, ബട്ട് ഡിസംബറിലെ ഡേറ്റ് നമ്മളിപ്പോഴേ കമ്മിറ്റഡാണ്. അവർ കുറച്ച് നേരത്തെ പറയും. ഇവിടെ പലപ്പോഴും ഞാൻ പല പടങ്ങളും മിസ് ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് മൊമെൻറ്റിൽ വിളിക്കുന്നതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാതെ പോകാറുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് മലയാള സിനിമകളിൽ ചെയ്യുമ്പോൾ, കാരണം ഇപ്പോൾ ഈ തിരിച്ചു വരവെന്നോ അല്ലെങ്കിൽ ഈ ഗ്യാപ്പെന്നോ ഒക്കെ പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ചെയ്ത സിനിമകൾ വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളെങ്കിൽ മഴവിൽ കാവടി ആവട്ടെ, അല്ലെങ്കിൽ ചമയമാവട്ടെ, വചനമാവട്ടെ, സോ ഇപ്പോഴും എന്നെ ഓർക്കുന്നുണ്ട്. ഇന്നലത്തെ പോലെ ആ സിനിമകൾ വെച്ച് എന്നെ ഓർക്കുന്നുണ്ട്. അതെൻ്റെ ഒരു ഭാഗ്യം, ഒരു സന്തോഷമാണ് എന്ന് വെച്ചാൽ ആ കഥാപാത്രം. അതുകൊണ്ട് ഇനി ഞാൻ ചെയ്യുമ്പോഴും കുറച്ച് പടങ്ങളെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും നല്ല സിനിമകൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. മേ ബി അതിൻ്റെ അങ്ങനത്തെ കഥാപാത്രങ്ങളുടെ ഒരു കാത്തിരിപ്പും കൂടെ ഉണ്ട്. ഐ എം ലക്കി ഇൻ വൺ വേ എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് പലതും എൻ്റെ സിനിമകൾ ഇവിടെ കേരളത്തിൽ ആരും കണ്ടിട്ടില്ല. ബിക്കോസ് തെലുങ്കും കന്നഡവും ഒന്നും ഇങ്ങോട്ട് വരുന്നില്ല, അതുകൊണ്ട് അറിയില്ല. പക്ഷേ ഞാൻ ഒരു കാര്യത്തിൽ വളരെ ഭാഗ്യമുള്ള ഒരു ആർട്ടിസ്റ്റാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മലയാളത്തിൽ നിന്ന് എന്നെ തമിഴിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ദ ഗ്രേറ്റ് ഡയറക്ടർ കെ ബാലചന്ദർ സർ. പുതു അർത്ഥങ്ങൾ അറിയാം എല്ലാവർക്കും, അതിൻ്റെ ക്യാരക്ടറും ആ പടം എത്രയോ ഹിറ്റായി എന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത് പുതുവസന്തത്തിൽ ഹീറോയിൻ ഓറിയൻറ്റഡ് സബ്ജക്റ്റാണ്. അങ്ങനെ കുറേ സിനിമകൾ എനിക്ക് തമിഴിൽ ചെയ്തു.
എൻ്റെ തെലുങ്കിലേക്കുള്ള എൻട്രിയും വളരെ നല്ല ഒരു ഇതായിരുന്നു. എൻ്റെ സിനിമയുടെ പേര് മനസ്സു മമത. അവിടെ ഉഷാകിരൺ മൂവീസ് എന്നുള്ള ഈ നാടു ടെലിവിഷൻ്റെയൊക്കെ അവരുടെ ബാനറാണ് ഉഷാകിരൺ മൂവീസ്. അവരാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഫിലിം ഡയറക്ടർ മൗലി. അതിൽ ഇറ്റ്സ് എ ഹീറോയിൻ ഓറിയൻറ്റഡ് സബ്ജക്റ്റ്. 2 ഹീറോ ഉണ്ട്, എന്നിട്ടും കൂടി ഈ കഥാപാത്രമാണ്. ആൻഡ് അത് ഭയങ്കര ഹിറ്റായിരുന്നു അവിടെ. സോ അപ്പോൾ പിന്നെ വരുന്നത് എല്ലാം അറിയാമല്ലോ. ഇപ്പോൾ നമുക്കൊരു പടം ചെയ്തു അതിൻ്റെ ഇതായിക്കഴിഞ്ഞാൽ പിന്നെ അതുപോലത്തെ സിനിമകളായിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹീറോയിന് പ്രാധാന്യമുള്ള സിനിമകൾ എനിക്ക് തെലുങ്കിലും ചെയ്യാൻ പറ്റി. സെയിം വിത്ത് കന്നഡ സിനിമ ഓൾസോ. കന്നഡത്തിലും അത് തന്നെയാണ് നടന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ ഭാഗ്യവതിയാണെന്ന് പറയാം. എന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരിത്. അപ്പം എനിക്ക് ഞാനൊരു ഒരു ഹീറോയിൻ അല്ലെങ്കിൽ ഒരു ഇതിനെക്കാട്ടിൽ അറിയുന്ന എനിക്ക് നല്ലൊരു ആർട്ടിസ്റ്റ് എന്നറിയപ്പെടാനാണ് ഇഷ്ടം. അതുകൊണ്ടായിരിക്കണം ഐ എം സ്റ്റിൽ അറൗണ്ട് എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പം ഞാൻ അന്ന് ചെയ്ത പടങ്ങൾ, അന്ന് ചെയ്ത കഥാപാത്രങ്ങൾ അത്രയും ഇത് ആയതുകൊണ്ടാണോ ഇന്നയാളെ നമുക്ക് ഇന്ന ക്യാരക്ടറിനെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ 30 വർഷം ആയിട്ടും ഇങ്ങനെ ആക്റ്റീവായിട്ട് ഏതെങ്കിലും ഒരു ഭാഷയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത കഥാപാത്രങ്ങൾ തന്നെയാണ്. അപ്പോൾ എനിക്ക് എന്നും നല്ലൊരു അഭിനേത്രി എന്നുള്ള രീതിയിൽ, ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അറിയപ്പെടണം എന്നുള്ളതായിരുന്നു. സോ വാട്ട് ഐ ബിലീവ് ഈസ് എൻ്റെ ചോയ്സസ് വെർ നോട്ട് റോങ്.